ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അപ്പോ അനുഗ്രഹീതരാകുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവരോട് കർത്താവിന് അറിയിക്കാനുള്ള ആലോചന, മടി മാറണം. 16-ാമത്തെ വാക്യം, മടിക്കായക കൊണ്ട് ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അപ്പൊ ഐശ്വര്യമായ ഒരു അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകാൻ ഒന്നാമത് പൊട്ടേണ്ടത്, മാറേണ്ടത് മടിയാണ്. അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരി പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം അവനിലും അവന്റെ സന്തതിയുടെ മേളിലും വീഴാൻ ഉള്ളതിന്റെ ഒറ്റ റീസൺ 16-ാമത്തെ വാക്യാണ്, മടിക്കായക കൊണ്ട്. മടി മാറിയാൽ ചില മടികൾ പൊട്ടണം. ഇവിടെ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം അതൊരു പേഴ്സണൽ ഡിസിഷനിലൂടെയാണ്, വ്യക്തിപരമായി ഉള്ള ഒരു തീരുമാനത്തിലൂടെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആരാധിക്കാനുള്ള മടി മാറിയാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥിക്കാനുള്ള മടി മാറണം.